ഹലോ മുത്തുമണീസ്, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ റജിക്കുട്ടിനെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. കൈ ഒന്ന് വാതിലിൻ്റെ ഇടയിൽപ്പെട്ട് ഒന്ന് ഡാമേജായി. അപ്പോൾ അവിടെ വേദന സഹിക്കാൻ വയ്യ പറഞ്ഞിട്ട് കരയായിരുന്നു കേട്ടോ. പിന്നെ ഫാത്തിമക്കുട്ടിക്ക് ഇന്ന് സ്കൂളുണ്ട്, റേസ് കുട്ടിക്ക് ഇന്ന് സ്കൂളുണ്ട്, റിൻഷിമോൾക്ക് ഇന്ന് എക്സാം ഇന്നത്തോടെ കഴിയും കേട്ടോ. ഇന്ന് ബയോളജി എക്സാമാണ്. അപ്പോൾ എല്ലാവരും നന്നായി വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരെയും വാരിക്കൂട്ടി ഞങ്ങൾ ഇറങ്ങി. പിന്നെ അമ്മ ഉണ്ട് കേട്ടോ വീട്ടിൽ, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഫാത്തിമക്കുട്ടിക്ക് ഇത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്തിരി എന്നല്ല, ഒരുപാട്. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒറ്റയ്ക്ക് ചേർപ്പിടാനും ഒക്കെ തുടങ്ങി കേട്ടോ. പിന്നെ അങ്ങനെ അവളിനെ ഇന്ന് കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ സോൾ ഗ്രൂപ്പിലൊരു മീറ്റിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടി പോകണം. പിന്നെ റജിക്കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ നേരെ നമ്മൾ റഹീസ് കുട്ടിനെ സ്കൂളിൽ വിട്ടിട്ട് അവനിക്ക് ഇന്നും കൂടി എക്സാം ഉണ്ട് കേട്ടോ. അതോടെ സ്കൂൾ എല്ലാവർക്കും പൂട്ടി. ഫാത്തിമക്കുട്ടിക്ക് നാളെ പൂട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ കാഴ്ചകളൊക്കെ കേട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ റഹീസ് കുട്ടിൻ്റെ സ്കൂളാട്ടോ. അത് ആനുവൽ ഡേ നടന്ന സ്കൂളാണ്. അങ്ങനെ അവളെയും വിട്ടിട്ട് ഞങ്ങളങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടോ. ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ കൈ കണ്ടോ, നീലക്കളവായിട്ടെന്നത്. അങ്ങനെ വാതിലിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് എന്തോ മുറിഞ്ഞ് പോകാത്തത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഇങ്ങനത്തെ വാതിലിൻ്റെ ഇടയിൽ കൈവിട്ട പിന്നെ എന്തിനാ പറ്റിയാലേ. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ ഡോക്ടർ ചീത്ത പറഞ്ഞു കേട്ടോ. നിങ്ങൾ അപ്പം തന്നെ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഫാത്തിമക്കുട്ടിനെ ഇറക്കി സ്കൂളിലാക്കിയിട്ട് പിന്നെ അങ്ങനെ പിള്ളേരായിട്ട് നമ്മൾ ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് അവിടുന്ന് കൈ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് മരുന്ന് ഓൾമെൻറ്റ് തേച്ച് വന്നിട്ടുണ്ട്. അവർ 2 ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ല പറഞ്ഞാൽ സ്കാനിങ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്കാനിങ് അല്ല, എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിരൽ. അപ്പോൾ അവളാകെ പേടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ സോൾ ഗ്രൂപ്പിലേക്ക് മീറ്റിങ്ങിന് പോവുക കേട്ടോ. മീറ്റിങ്ങിന് പോയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കണ്ട കേട്ടോ. കമൻ്റ് ഇടാനും മറക്കണ്ട. അങ്ങനെ സോൾ ഗ്രൂപ്പിൽ 200 പേരുള്ളവിടെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതും കേട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. മറ്റേ ഈ ജില്ലാ ലീഗൽ അതിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്ത്രീകൾക്കൊക്കെ വേണ്ട ഒരു മീറ്റിംഗാണ്. പിന്നെ പൂക്കൾ കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ. പിന്നെ എല്ലാവരും വണ്ടിയിലുണ്ടായിരുന്നു. അതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച ഏതായാലും 2 മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും വിശന്നു കേട്ടോ. പിന്നെ അവിടെ സോളം ഗ്രൂപ്പിൽ ഉണ്ണിയപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് റിയാസ്ക വെള്ളം ജ്യൂസ് അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടിയിൽ. പിന്നെ അതൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും കമൻറ്റും അടിക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും പിന്നെ നമുക്ക് റജിക്കുട്ടിക്ക് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മരുന്നൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യണത്. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.